തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വള്ളസദ്യ നടത്തുകയാണ്. 250 രൂപയുടെ കൂപ്പൺ നൽകി 250 പേർക്കാണ് ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്തുന്നത്. ഈ വള്ളസദ്യ നടക്കുന്ന ഈ ഒരു ഇടത്ത് ഇപ്പോൾ പള്ളിയുടെ സേവാ സംഘം പ്രവർത്തകരും ഭക്ഷണം കഴിക്കാൻ എത്തിയവരും തമ്മിൽ, വള്ളസദ്യ കഴിക്കാൻ എത്തിയവരും തമ്മിൽ ചെറിയ തർക്കം നടന്നു. പള്ളിയുടെ സേവാ സംഘം ഭാരവാഹികൾ പറയുന്നത് ഇവിടെ നടക്കുന്നത് പെയ്ഡ് വള്ളസദ്യയാണ്, അത് യഥാർത്ഥ ആറന്മുള വള്ളസദ്യ അല്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ, അതായത് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ കൂപ്പൺ എടുത്ത് എത്തിയവരും പള്ളിയുടെ സേവാ സംഘം പ്രവർത്തകരും തമ്മിൽ തർക്കം നടന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു പരാതി എന്താണ്? എനിക്ക് പരാതി ഒന്നുമില്ല. എനിക്ക് ഈ നാട്ടിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടണം, ദേവന്റെ ഭക്ഷണം കിട്ടണം, അത് മാത്രമല്ല. ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ പരിപാടി കണ്ടപ്പോൾ കുറെ നാളെ 10-15 വർഷമായി ഈ ഒരു ഇവിടുത്തെ ദേവന്റെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ആഗ്രഹിച്ച്, പക്ഷെ നമുക്കത് സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഓൺലൈനിൽ കണ്ടപ്പോൾ ഞാൻ അത് 250 രൂപ വരെ എന്തെങ്കിലും ആയിക്കോട്ടെ ബുക്ക് ചെയ്തു. പക്ഷെ അതിപ്പോ സാധിച്ചു, ഇവിടെ വന്ന് ആ ഭക്തന്റെ ഭഗവാന്റെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ പറയും. അപ്പൊ ഇവിടുത്തെ എല്ലാ പള്ളിയോടങ്ങളും ദേവസ്വം കൂടി സഹകരിച്ച് ഇത് നടത്തുക. പള്ളിയുടെ സേവാ സംഘം അവർ തരട്ടെ, അതാ പറഞ്ഞേ. പള്ളിയോടം, ഇവിടുത്തെ ദേവസ്വം, ഇവിടുത്തെ സമുദായ ആൾക്കാരും ഈ നാട്ടിലെ പ്രമുഖരായ ആൾക്കാരും ഭക്തരും എല്ലാവരും കൂടിയിട്ട് സൗകര്യം എടുക്ക്. ജനങ്ങൾക്ക് എന്തിനാ വേണ്ടേ? ഭക്ഷണം, ഭഗവാന്റെ ഭക്ഷണം കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അവിടെ മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രസക്തമല്ല. പള്ളിയുടെ സേവാ സംഘം ഭാരവാഹികൾ നിങ്ങൾ എന്താണ് അറിയിച്ചത്? ഭാരവാഹികൾ പറയുന്നത് 1 ലക്ഷം രൂപ വേണം നമുക്ക് ഇവിടെ ഒരു വള്ളസദ്യ കഴിച്ച് ഭക്ഷണം കഴിക്കുന്നേ. 1 ലക്ഷം രൂപ എന്നൊരു സാധാരണ നടക്കുന്ന കാര്യമാണോ? അപ്പൊ സാധാരണക്കാരായ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഇവരുടെ ഉത്തരവാദിത്തം. അതവർ ചെയ്യുക. പള്ളിയോടവും കരയോഗവും അതുപോലെ തന്നെ ഇവിടുത്തെ ദേവസ്വം, പോലീസും മറ്റുള്ള ഗവൺമെന്റ് എല്ലാവരും കൂടി കൂട്ടിയാലോചിച്ച് ഭക്തർക്ക് സൗകര്യം ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. വഞ്ചിപ്പാട്ട് പാടിയാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയത്. അതേസമയം തന്നെ ഈ ആറന്മുള വള്ളസദ്യ കഴിക്കാൻ വേണ്ടി കൂപ്പൺ എടുത്ത് 250 രൂപ മുടക്കി 250 പേർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് അവർക്ക് ആറന്മുള വള്ളസദ്യ കഴിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ നടത്തുന്നത്, അതായത് പെയ്ഡ് വള്ളസദ്യ എന്നുള്ളത് ആചാര ലംഘനം ആണ് എന്നാണ് പള്ളിയോടെ സേവാ സംഘം പറയുന്നത്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് ആറന്മുള വള്ളസദ്യ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കൂപ്പൺ സമ്പ്രദായത്തിൽ ആറന്മുള വള്ളസദ്യ ക്ഷേത്രത്തിൽ നടത്തുന്നത് എന്നാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.